അർജുൻ നേവിയിലേക്ക് സെലക്ട് ആയിരിക്കുകയാണ്. ഏതാണ്ട് 6 മാസക്കാലം നമ്മുടെ ട്രെയിനിങ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ചാൻസ് തന്നെ നേവിയിലേക്ക് സെലക്ട് ആയിരിക്കുകയാണ്. ആർമിയിലേക്കും റിട്ടേൺഷിപ്പ് പാസ്സായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫിസിക്കൽ വരുന്നതിന് മുമ്പ് തന്നെ നേവിയിലേക്ക് സെലക്റ്റായി. വളരെ സന്തോഷം. ഇനിയും എങ്ങനെയാണ് നേവിയിലേക്ക് സെലക്ട് ആയെന്നുള്ളതും അതിനെക്കുറിച്ചുള്ള എന്താണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് പറയാനുള്ളതെന്നും അർജുൻ്റെ അമ്മയാണ്. അർജുൻ്റെ അമ്മയിൽ നിന്നും അർജുനിൽ നിന്നും കേൾക്കാം. പിന്നെ ഇതിലൊക്കെ ഉപരി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആത്മാർത്ഥ സുഹൃത്തിൻ്റെ മകനാണ്. ഞങ്ങൾ രണ്ടുകൂടായിരുന്നു രാവിലെ ഓടുന്നതൊക്കെ 3 മണിക്ക് എണീച്ച് ഓടുമായിരുന്നു, ടെസ്റ്റിന് വേണ്ടി പ്രിപ്പറേഷൻ ചെയ്യുമായിരുന്നു. പക്ഷേ ചില കാരണങ്ങളാൽ അർജുൻ്റെ അച്ഛന് എൻറോൾമെൻറ്റ് ആകാൻ പറ്റിയില്ല. ഞാനായി. അങ്ങനെ ഞങ്ങൾ പിന്നെ കുറച്ച് ശ്രമിച്ചു നോക്കി, കിട്ടിയില്ല. ആ ഒരു ആഗ്രഹമാണ് ഇന്ന് അർജുൻ്റെ അച്ഛൻ അർജുനിലൂടെ നേടിയിരുത്തിയിരിക്കുന്നത്. അത് ഞാൻ കാരണമായതിൽ വളരെ സന്തോഷം. സെലക്റ്റായെന്ന് പറഞ്ഞ ദിവസം വളരെ സന്തോഷമായി. കാര്യം വെച്ചാൽ എൻ്റെ അടുത്ത വീട്, അയലത്തെ വീട്, ആത്മാർത്ഥ സുഹൃത്തുന്നു ഒരുമിച്ച് കളിച്ചു വളർന്ന ആൾക്കാർ. അച്ഛന് പറ്റാത്തത് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെയുള്ള എൻ്റെ മോൻ 10ാം ക്ലാസ് പാസ്സായിട്ടുണ്ട്, +2 കഴിഞ്ഞിട്ട് ഞാൻ നിൻ്റെ വിടും എന്ന് പറഞ്ഞു. എന്നിൽ കാണിച്ച ഒരു വിശ്വാസം, ആ വിശ്വാസത്തിന് നമുക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റി. പിന്നെ എല്ലാത്തിനും ഉപരി അർജുൻ്റെ നേടിയെടുക്കാനുള്ളൊരു കഴിവുണ്ടല്ലോ, ബുദ്ധിശക്തിയും ഫിസിക്കലിൻ്റെ സ്ട്രെങ്തിങ്ങും എല്ലാം കൂടെ ആയപ്പോഴാണ് അത് വിജയിക്കാൻ പറ്റിയത്. ചെറുപ്രായത്തിൽ, അതായത് 18 വയസ്സായിട്ടേ ഉള്ളൂ. ഞാനും 18 വയസ്സ് കയറിയതാണ്. 18 വയസ്സിൽ ഒരു ജോലി, ഒരു ഇന്ത്യൻ ആർമിയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ ഡിഫൻസിൻ്റെ ഒരു സോൾജറായിട്ട് മാറുക, നേവിയിൽ SSR ആയിട്ടാണ് പോകുന്നത്, സെയിലറായിട്ടാണ് കയറുന്നത്. നല്ല ഭാഗ്യം തന്നെയാണ് 18 വയസ്സ് ജോലി കിട്ടുക എന്നുള്ളത്. നമ്മുടെയൊക്കെ ഇപ്പോൾ കയറിയ ഒരു 6-7 കുട്ടികളെല്ലാം 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് കയറിയിരിക്കുന്നത്. അർജുനിൽ ജോലി കിട്ടിയതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്ന, പക്ഷേ അവൻ്റെ അച്ഛനേക്കാൾ കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാണ്. വളരെ സന്തോഷം. എന്താണ് അർജുന് പറയാനുള്ളത് കേൾക്കാം. ഫസ്റ്റ് എഴുതിയത് ആർമിയുടെ ടെസ്റ്റ് ആയിരുന്നു. അത് ഫസ്റ്റ് ടെസ്റ്റ് ആയതുകൊണ്ട് പാസ്സൊന്നും വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. പിന്നെ റിസൾട്ട് വന്ന് സാറ് പറഞ്ഞു, റിസൾട്ട് നോക്കാൻ പറഞ്ഞു. ഞാൻ ചുമ്മാ നോക്കി പാസ്സായി. ഇവിടുത്തെ ക്ലാസ്സും അത് നല്ല ഇതായിരുന്നു, ഫിസിക്കലൊക്കെ നല്ല ഇതായിരുന്നു. ആർമിയുടെ ഫിസിക്കലിന് 18ാം തീയതിയാണ്. ആർമിയുടെ പരീക്ഷ കഴിഞ്ഞിട്ടാണ് നേവിയുടെ പരീക്ഷ എഴുതിയത്. അതും ഇതുപോലെ ഇവിടുത്തെ ക്ലാസ്സിൻ്റെ ഇത് വെച്ചായിരുന്നു, അല്ലാതെ എൻ്റെ മാത്രം ഇതുണ്ടല്ലോ. അതും പാസ്സായി. അപ്പോൾ അതിൻ്റെ ഫിസിക്കല് എല്ലാം കഴിഞ്ഞ് അത് പാസ്സായി. മെഡിക്കൽ എല്ലാം കഴിഞ്ഞപ്പോൾ ട്രെയിനിങ്ങിന് വിളിച്ചിരിക്കുകയാണ്. അത് 18ാം തീയതിയാണ്. ആർമിയുടെ ഫിസിക്കലിൽ അന്ന് തന്നെയാണ്. എൻ്റെ അടുത്ത് കൊച്ചിലെ വിട്ട് പറയായിരുന്നു, അച്ഛൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് 10ാം ക്ലാസ് കഴിയുമ്പോൾ അവിടെ പറഞ്ഞു വിടും, അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ +2 കഴിഞ്ഞ് എൻ്റെ അടുത്ത് പോകണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ട് വിട്ട്. അതായത് എനിക്ക് വേറെ ഒന്നുമില്ല, വേറെ എന്തിനും പോകണം അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇങ്ങനെ വന്നു. ഇപ്പോൾ സാറിന് കൂടെ അവിടെ നിന്ന് ഹോസ്റ്റലിലൊക്കെ കയറി നിന്ന്. അപ്പോൾ അവിടെ നിന്നുകൊണ്ടാ സാറിൻ്റെ ഒരു ഇത് ഉണ്ടാകണ്ട അങ്ങനെ എല്ലാം ചെയ്തേ, കറക്റ്റെല്ലാം ചെയ്തേ. പിന്നെ വീട്ടുകാർക്ക് 18ാമത്തെ വയസ്സിൽ ഇപ്പോഴേ ഒരു ജോലിയൊക്കെ കിട്ടി, വേറെ ടെൻഷനൊന്നും അടിക്കണ്ട, നല്ല സന്തോഷമുണ്ട്. ആദ്യമായിട്ട് ഈശ്വരനെ നന്ദി പറയുന്നു. പിന്നെ സാറ് സ്വന്തം മോനെ പോലാണ് അവനെ കൊണ്ടുപോയി. ഇപ്പം നേവി സെലക്ഷനായി. 18ാം തീയതി ജോയിൻ ചെയ്യുവാണ്. സന്തോഷമുണ്ട്. ക്ലാസ്സിൻ്റെ ഇത് തന്നെ കൊണ്ടാണ് മോന് ജോലി കിട്ടിയത്. സാറ് ആത്മാർത്ഥമായിട്ട് സ്വന്തം മോനെ പോലെ തന്നെയാണ് നോക്കിയത്. സാറ് തന്നെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടുപോയതും അവനെ അവിടെ തന്നെ ഹോസ്റ്റലിൽ ആക്കിയതും എല്ലാം സാറ് തന്നെയാണ്. ഇവനെ പഠിപ്പിച്ച എല്ലാ ടീച്ചർമാർക്കും നന്ദി പറയുന്നു. എൻ്റെ ക്ലാസ് എടുത്ത എല്ലാ ടീച്ചർമാർക്കും, അവിടെ എൻ്റെ ഉള്ള കൂട്ടുകാർക്കും എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് എന്നോട് നിന്നതിന്.